ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് പെറ്റ്സുകളെ കാണിച്ചു തരാം. മുമ്പ് ഒരുപാട് പ്രാവുണ്ടായിരുന്നു, ഇപ്പോൾ 3 ജോഡി മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് മുഹിപ്രാവാണ്. ഇത് 24 ഹവേഴ്സും തല വെട്ടിയിരിക്കും. ഇപ്പോൾ ഇത് മുട്ടയിട്ട് അടയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുട്ടയിട്ട് വിരിച്ച് അടയിരുന്ന് കുഞ്ഞിനെ വിരിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. അത് ഉറുമ്പ് കടിച്ച കുഞ്ഞുങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മുട്ടയിട്ട്. ഇപ്പോൾ മുട്ടയിട്ടിട്ട് ഒരാഴ്ച എന്തോ ആവണം തോന്നുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് തല വെട്ടാത്തത്. പകലെടുത്ത് വീഡിയോ ഉണ്ട്, അത് കാണിച്ചു. പകലെടുത്ത് ഇതാണ്. ഇത് തല വെട്ടിയിരിക്കുകയാണ്. ഫുൾ ടൈം തല വെട്ടി തന്നെ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഹോമറിൻ്റെ കുഞ്ഞാണ്. ഹോമറും മെയിൽ വന്നിട്ട് ഹോമർ, ഫീമെയിൽ വന്നിട്ട് നാടൻ ബ്രീഡാണ്. ഇത് വന്നിട്ട് സിറാസിൻ്റെ കുഞ്ഞാണ്. സിറാസ് വന്നിട്ട് കാൽജടയാണ്. ഇത് 2 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാം 2 മുട്ട വെച്ച് പ്രാവുകൾ ഇടുള്ളൂ. മുമ്പ് 10-25 ജോഡി ഉണ്ടായിരുന്നു. ഒരു 50 പ്രാവിലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ ആഴ്ചതോറും കുഞ്ഞുങ്ങൾ നിറയെ വിൽക്കാനൊക്കെ ഉണ്ട്. അതിന് പൂച്ച കടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. ഈ വൈറ്റാണ് ഹോമറിൻ്റെ പേര്. ഇതാണ് ഹോമർ, ആഷ് കളർ. ഇത് 2 സിറാസാണ്. ആട്ടോ കാർഡ് എന്ന് പറഞ്ഞിട്ട് മയിൽപ്രാവ്, അതും സൂപ്പറായിരുന്നു. ഫുൾ നല്ലതായിരുന്നു. അതിനെ പൂച്ച ബോഡി അകത്തും കൂടിനകത്തും അത് ഗേജിലാണ് വെച്ചിരുന്നത്. വെളിയിൽ തല അങ്ങനെ കിടന്ന് പൂച്ച കടിച്ച് കൊന്നത്. അതുപോലെ തന്നെ കിങ്, ഒരുപാട് ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് സൺകൊണൂറാണ്. സൺകൊണൂറും ഒരു 4 ജോഡി എന്തോ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ കൊടുത്തു. ഇപ്പോൾ ഈ 1 ജോഡി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നോക്കാൻ ചിലവ് ഭയങ്കരമാണ്. അതാണ് പിന്നെ കൊടുക്കുന്നത്. പ്രാവ് വന്നിട്ട് നല്ല രസമാണ്. കോഴിയും പ്രാവിനെ ഒരുമിച്ച് വിടും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇങ്ങനെ പൂച്ച കടിച്ച് കൊല്ലണം. പിന്നെ എവിടെയും പോയിട്ട് വരുമ്പോൾ ചിലപ്പം കുഞ്ഞ് കാണൂല. നമ്മൾ ചിലപ്പം തുറന്ന് വിട്ടിട്ട് ഉച്ചയ്ക്കൊക്കെ തുറന്ന് വിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ വൈകിട്ട് വരുമ്പോൾ ഓരോന്ന് കാണൂല. പൂച്ച പിടിക്കണതാണ്. പിന്നെ നാടനൊക്കെ പറന്ന് പോയാലും തിരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞ പ്രാവുകളുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് 2 പട്ടിയുണ്ട്. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലുമാണ്. വൈറ്റ് വന്നിട്ട് ഫീമെയിൽ, ബ്ലാക്ക് വന്നിട്ട് മെയിലാണ്. ഇത് വന്നിട്ട് വൈറ്റ് നല്ല ട്രെയിനിങ് ഉള്ള പട്ടിയാണ്. പറയണെല്ലാം അനുസരിക്കും. ബൈക്കിൽ ചെന്ന് കയറാൻ പറഞ്ഞാൽ ബൈക്കിൽ കയറും. എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ എവിടെ ഇരിക്കും, എവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. ഒരാളെ പോയി കടിയെന്ന് പറഞ്ഞാൽ കടി. അങ്ങനെ ട്രെയിനിങ് ആണ്. ബ്ലാക്ക് ട്രെയിനിങ് ഒന്നുമല്ല. ഫസ്റ്റ് നമ്മൾ ബ്ലാക്കാണ് വാങ്ങിച്ചത്, എന്നിട്ടാണ് വൈറ്റ് വാങ്ങിച്ചത്. വൈറ്റ് 2 പ്രാവശ്യം മേറ്റായി. ആദ്യത്തെ പ്രാവശ്യം 11 കുട്ടികളും, രണ്ടാമത്തെ പ്രാവശ്യം 9 ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ 9 വന്നതിൽ 4 നമുക്ക് കിട്ടിയുള്ളൂ, ബാക്കി കിട്ടിയില്ല. അത് ഞാൻ നോക്കൂല, വേറെ ആരും നോക്കില്ല, ചേട്ടൻ മാത്രമേ നോക്കുള്ളൂ. അപ്പം ചേട്ടൻ ആശുപത്രിയിലായിരുന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ പോയത്. ഇതിൻ്റെ അനുസരണ കണ്ടാരെ അത് ബൈക്കിൽ കയറിയിരിക്കുന്നതും. ഇത് നല്ല അനുസരണയാണ്. കയറിയിരിക്കാൻ പറഞ്ഞാൽ കയറിയിരിക്കാൻ അങ്ങനെയൊക്കെ. ബ്ലാക്ക് അതൊന്നും ചെയ്യൂല. പിന്നെ അടുത്ത് വന്നിട്ട് മീനുണ്ട്. മീൻ വന്നിട്ട് അരോണ ഫിഷാണ്. അരോണ ഫിഷ് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ വെള്ളം മാറ്റാനൊക്കെ ഭയങ്കര പാടാണ്. വെള്ളം മാറ്റിയാൽ ഇത് മീൻ ചാത്തു പോകും. കിടക്കണ വെള്ളത്തിൽ മാത്രമേ ഇത് കിടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഫ്രഷായിട്ട് വെള്ളമായിട്ട് മാറ്റിയാൽ മീൻ ചത്തു. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ വേറൊരു ബാരലാക്കി അങ്ങനെ മീനിനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അടുത്ത് ഇതിൽ വെള്ളം ആഡ് ചെയ്ത് 2 മണിക്കൂറൊക്കെ 2-3 മണിക്കൂർ ഹീറ്ററൊക്കെ ഇട്ട് ഓക്സിജനൊക്കെ നല്ല കൊടുത്ത് അങ്ങനെയാണ് മാറ്റണം. ഇതിന് ഏറ്റവും ഇഷ്ടം പല്ലിയാണ്. എന്നാൽ പല്ലിയും കൊടുക്കും, ഗോൾഡ് ഫിഷും കൊടുക്കും. എന്നാൽ ഏറ്റവും ഇഷ്ടം പല്ലിയാണ്. ഇവിടെയുള്ള പല്ലികളെല്ലാം അടിച്ചെടുത്ത് ഇട്ട് കൊടുക്കും. ഒരു ദിവസം 2-3 പല്ലികളെയൊക്കെ കഴിക്കും. ഗോൾഡ് ഫിഷ് ഇതിപ്പം ഇന്ന് രാവിലെ പല്ലി കഴിച്ചു. അതാണ് ഗോൾഡ് ഫിഷ് കഴിക്കാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.